ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പാചകവാതകം ഉൾപ്പെടെയുള്ള ഇന്ധന വിതരണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങളിൽ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം ആരംഭിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ മേഖലയിൽ നിന്ന് 1,72,000 ഇന്ത്യൻ പൌരന്മാർ നാട്ടിൽ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമബംഗാളിൽ 18,680 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. കാലത്തിന് അനുയോജ്യമായ ആധുനിക സൌകര്യങ്ങളാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിൽ 18,680 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. 420 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ദേശീയപാത പദ്ധതികൾ, ഹാൽദിയ ഡോക്ക് കോംപ്ലക്സിലെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പശ്ചിമബംഗാളിനും കിഴക്കൻ ഇന്ത്യയ്ക്കും പുതിയ വേഗത പകരുന്ന പദ്ധതികളാണിവയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷം 15ാം ദിവസത്തിലും അയവില്ലാതെ തുടരുന്നു. ഇറാൻ, ലബനൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിലായി മരണസംഖ്യ 2000 കടന്നു. ഇറാനിലെ ഖാർഗ് ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാന്റെ എണ്ണ കയറ്റുമതിയുടെ 90% ഇവിടെ നിന്നാണ്. എന്നാൽ മേഖലയിലെ എണ്ണ വിതരണ സംവിധാനങ്ങളെ അമേരിക്ക ആക്രമിക്കില്ലെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഇതിന് മറുപടിയായി മേഖലയിലെ മറ്റ് ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ എല്ലാ സേവനങ്ങളും പതിവ് പോലെ തുടരുന്നതായി എംബസി അറിയിച്ചു. ഇന്ത്യൻ എംബസിയുടെ കീഴിലുള്ള 4 ആപ്ലിക്കേഷൻ സെന്ററുകളും പ്രവർത്തനക്ഷമമാണെന്നും റമലാൻ പ്രമാണിച്ച് രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെയായിരിക്കും ഇവയുടെ പ്രവൃത്തി സമയമെന്നും എംബസി അറിയിച്ചു. കഴിഞ്ഞ മാസം 28 മുതൽ പശ്ചിമേഷ്യൻ മേഖലയിൽ നിന്ന് 1,72,000 ഇന്ത്യൻ പൌരന്മാർ നാട്ടിൽ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്തെ വിമാനത്താവളങ്ങളിലേക്ക് കൂടുതൽ വിമാനങ്ങൾ ഏർപ്പെടുത്തിയതോടെ വ്യോമഗതാഗതം മെച്ചപ്പെട്ടു വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ അഡീഷണൽ സെക്രട്ടറി അസീം ഹാജൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ തല വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒമാൻ, സൗദി അറേബ്യ, UAE, ഖത്തർ എന്നിവിടങ്ങളിൽ നിന്ന് വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. നേരിട്ടുള്ള വിമാന സർവീസുകളില്ലാത്ത ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖ് എന്നിവിടങ്ങളിലെ ഇന്ത്യക്കാർക്ക് വിസ നീട്ടുന്നതിനും സൗദി അറേബ്യ വഴി യാത്ര ചെയ്യുന്നതിനായുള്ള ട്രാൻസിറ്റ് വിസകൾക്കും സഹായം നൽകി വരുന്നതായും അദ്ദേഹം അറിയിച്ചു. അതേസമയം ഇന്ധനവുമായുള്ള ഇന്ത്യയുടെ ശിവാലിക്, നന്ദ ദേവി എന്നീ കപ്പലുകൾ ഇന്ന് രാവിലെ ഹോർമുസ് കടലിടുക്ക് കടന്നതായി തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയ പ്രത്യേക സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ അറിയിച്ചു. 92,700 മെട്രിക് ടൺ LPG ഈ കപ്പലുകളിൽ ഉണ്ട്. പാചകവാതക വിതരണം സംബന്ധിച്ച് രാജ്യത്ത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഒരു വിതരണ കേന്ദ്രങ്ങളിലും LPG വിതരണക്കാരിലും ക്ഷാമമില്ലെന്നും ആവശ്യത്തിന് ഡീസലും പെട്രോളും ലഭ്യമാണെന്നും രാജ്യത്ത് മതിയായ സംസ്കൃത എണ്ണ ശേഖരമുണ്ടെന്നും അന്തർമന്ത്രാലയതല വാർത്താ സമ്മേളനത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സുജാത വർമ്മ പറഞ്ഞു. കൂടുതൽ വിവരങ്ങളിലേക്ക്. ഇന്ധന വിതരണത്തിൽ നിലവിലെ സാഹചര്യം പരിഗണിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായും പാചകവാതക ബുക്കിംഗുകൾ ഇന്ന് 88 ലക്ഷമായി ഉയർന്നതായും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. പരിഭ്രാന്തിയോടെ LPG സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും ആവശ്യമുള്ളപ്പോൾ മാത്രം ബുക്ക് ചെയ്യണമെന്നും അവർ പൌരന്മാരോട് അഭ്യർത്ഥിച്ചു. സിലിണ്ടറുകൾ ഡിജിറ്റലായി ബുക്ക് ചെയ്യാനും വിതരണ കേന്ദ്രങ്ങൾക്ക് പുറത്ത് ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കാനും അവർ പറഞ്ഞു. डिजिटल जो बुकिंग के आपके पास टूल्स अवेलेबल हैं उनको यूज करें. IVRS है, SMS बुकिंग है, व्हाट्सएप बुकिंग है, मोबाइल एप्लीकेशन ऑफ OMCs है, इनको यूज करते हुए बुकिंग करें रिफिल की. हमारी ऑयल मार्केटिंग कंपनीज अभी तक आपके घर में सिलेंडर डिलीवर करती हुई आई हैं और अभी भी करेंगी, इसलिए पैनिक की जरूरत नहीं है, ना बुकिंग के लिए ना सिलेंडर के लिए. LPG സിലിണ്ടറുകളുടെ കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും നിയന്ത്രിക്കാൻ വിവിധ സംസ്ഥാന സർക്കാരുകൾ പരിശോധനകളും നടത്തുന്നുണ്ട്. സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ടെന്നും ജോയിന്റ് സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്തുടനീളമുള്ള ചില്ലറ വിൽപ്പനശാലകളിൽ പെട്രോളും ഡീസലും ആവശ്യത്തിന് ലഭ്യമാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പെട്രോളും ഡീസലും അനുചിതമായ പാത്രങ്ങളിൽ വാങ്ങിക്കൊണ്ടുപോവുകയോ സൂക്ഷിക്കുകയോ ചെയ്യരുതെന്നും മന്ത്രാലയം അറിയിച്ചു.
ഇന്ധനം വിതരണം ചെയ്യുമ്പോൾ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് എല്ലാ ചില്ലറ വിൽപ്പനശാലകൾക്കും ഡീലർമാർക്കും മന്ത്രാലയം നിർദ്ദേശം നൽകി. തമിഴ്നാട്ടിലെ ചില്ലറ വിൽപ്പനശാലയിൽ കണ്ടെയ്നറിൽ പെട്രോൾ കൊണ്ടുപോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. പാചകവാതകത്തിന്റെ കരിഞ്ചന്തയ്ക്കും പൂഴ്ത്തിവയ്പ്പിനുമെതിരെ തിരുവനന്തപുരം കോർപ്പറേഷൻ നടപടിയെടുക്കുമെന്ന് മേയർ വി രാജേഷ്. ഭക്ഷണ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കരുതെന്ന് ഹോട്ടൽ ഉടമകൾക്ക് നിർദ്ദേശം നൽകിയതായും ഹോസ്റ്റലുകളിലും ആശുപത്രികളിലും ഭക്ഷണം കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ കോർപ്പറേഷൻ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മാറുന്ന ലോകത്തിനനുസരിച്ചുള്ള ആധുനിക സൌകര്യങ്ങളാണ് പൊതുവിദ്യാലയങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കണ്ണൂർ പനമ്പറ്റ ന്യൂ UP സ്കൂളിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റോബോട്ടിക് ലാബുകൾ, നിർമ്മിത ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ക്ലാസ് മുറികൾ തുടങ്ങി നൂതനമായ എല്ലാ സൌകര്യങ്ങളും പൊതുവിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പ്രാപ്യമാക്കി വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അധ്യാപകർക്ക് കാലാനുസൃതമായ പരിശീലനവും നൽകി വരുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഇന്നും മന്ത്രിസഭാ യോഗം ചേരും. വൈകുന്നേരം 7 മണിക്ക് ഓൺലൈനായാണ് യോഗം. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ സിനിമാ നയം, പട്ടയഭൂമി ഉപയോഗം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ മന്ത്രിസഭ തീരുമാനം കൈക്കൊണ്ടിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം 1,58,212 പേർ കൂടി വോട്ടർ പട്ടികയിൽ ഇടം നേടിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഫെബ്രുവരി 21 പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടികയിൽ 2,69,53,644 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. മഞ്ഞുമൂടിയ മൂന്നാറിന് വസന്തത്തിന്റെ നിറച്ചാർത്തായി ജക്രാന്ത മരങ്ങൾ പൂവിട്ടു. പള്ളിവാസലിലും വാഗുവരയിലും തേയിലത്തോട്ടങ്ങൾക്കിടയിൽ വയലറ്റ് വിസ്മയം തീർക്കുന്ന ഈ കാഴ്ച സഞ്ചാരികൾക്ക് പുത്തൻ അനുഭവമാവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. മഞ്ഞ് പുതച്ച മലനിരകൾക്കിടയിൽ വയലറ്റ് കാന്തി വിരിച്ചു നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ വസന്തകാലത്ത് മൂന്നാറിന് വർണ്ണനാതീതമായ സൗന്ദര്യമാണ് നൽകുന്നത്. പച്ചപ്പട്ടണിഞ്ഞ തേയിലച്ചെടികൾക്ക് മീതെ വിരിഞ്ഞു നിൽക്കുന്ന വയലറ്റ് പുഷ്പങ്ങൾ സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന കാഴ്ചയാണ്. നീലവാക എന്നുകൂടി വിളിക്കപ്പെടുന്ന ഈ മരങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് മൂന്നാറിലെ പാതയോരങ്ങളിലും ബംഗ്ലാവുകളിലും നട്ടുപിടിപ്പിച്ചു. വശ്യമായ ഈ കാഴ്ച നിലനിർത്താൻ ദേശീയപാത നവീകരണ വേളയിൽ പള്ളിവാസൽ ഭാഗത്തെ ജക്രാന്ത മരങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. നാളെ പുലർച്ചെ മുതൽ പൂജകൾ ആരംഭിക്കും. തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിച്ചു. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. മീനം 1 നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 രാത്രി നടയടയ്ക്കും. കാഴ്ച പരിമിതരായ വിദ്യാർത്ഥികൾക്കായി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡുമായി സഹകരിച്ച് KDISCന്റെ സ്ട്രൈഡ് പദ്ധതിയിലൂടെ തയ്യാറാക്കിയ ഉപകരണങ്ങൾ കൈമാറി. പാലക്കാട് കരിമ്പുഴ ഹെലൻ കെല്ലർ സെന്റിനറി മെമ്മോറിയൽ മോഡൽ സ്കൂളിൽ നടന്ന ചടങ്ങ് K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം പുരോഗമിക്കുന്നു. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ബംഗളൂരു മോഹൻ ബഗാനെ നേരിടും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം റീജിയണൽ സെന്റർ സംഘടിപ്പിക്കുന്ന ഫിറ്റ് ഇന്ത്യ കാർണിവലിന് വർക്കല ബീച്ചിൽ തുടക്കമായി. MLA വി ജോയ് കാർണിവൽ ഉദ്ഘാടനം ചെയ്തു. FIH വനിതാ ഹോക്കി ലോകകപ്പ് ക്വാളിഫയർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. രാത്രി 7:30 തെലങ്കാനയിലെ GMC ബാലയോഗി ഹോക്കി ഗ്രൌണ്ടിലാണ് മത്സരം. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് വിജയം നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച മലയാളി താരം സഞ്ജു സാംസണിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആദരിക്കുന്നു. മറ്റന്നാൾ തിരുവനന്തപുരം മംഗലപുരത്ത് KCA പുതുതായി നിർമ്മിച്ച ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന വേദിയിലാണ് താരത്തെ ആദരിക്കുന്നത്. ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ സ്റ്റേഡിയം നാടിന് സമർപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പാചകവാതകം ഉൾപ്പെടെയുള്ള ഇന്ധന വിതരണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങളിൽ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിതരണം ആരംഭിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ മേഖലയിൽ നിന്ന് 1,72,000 ഇന്ത്യൻ പൌരന്മാർ നാട്ടിൽ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പശ്ചിമ ബംഗാളിൽ 18,680 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. കാലത്തിന് അനുയോജ്യമായ ആധുനിക സൌകര്യങ്ങളാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മീനമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ മത്സരം പുരോഗമിക്കുന്നു.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.